നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു വീഡിയോ ആണിത്. അതായത് ഹെന്ന ഉപയോഗിക്കാത്തവർക്ക്, ഹെന്ന അലർജി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. അതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഭൃംഗരാജിൻ്റെ പൊടിയും, അതായത് കയ്യോന്നിയുടെ പൊടിയും, അതുപോലെ തന്നെ ഇൻഡിഗോ പൗഡറും തേയിലയുമാണ്. ഇതുപോലും അതേ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്, എങ്കിലും കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് എഫക്റ്റീവ് ആക്കാനുള്ള ഒരു രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഹെയർ ഡേയിൽ ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് മുടിക്ക് നന്നായിട്ട് അയൺ കിട്ടാനും, അതുപോലെ മുടി നന്നായി വളരാനും, മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ. ഹെന്ന ഉപയോഗിക്കാത്ത ആൾക്കാർ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു വെള്ളം തയ്യാറാക്കണം. നമ്മുടെ ഹെയർ ഡൈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം നമ്മൾ തയ്യാറാക്കുന്നത്. അത് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. തേയില നമ്മുടെ മുടിക്ക് നല്ലൊരു തിളക്കം തരാനും മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. തേയിലയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് സ്ഥിരമായി മുടി കഴുകുന്നത് മുടി നന്നായി വളരാനും മുടിയുടെ ആ ഒരു നിറം നിലനിർത്താനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ അകാല നര വരാതെ തടയാനും ഒക്കെ ഈ തേയില വെള്ളം കൊണ്ട് മുടി കഴുകുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. തിളച്ചതിന് ശേഷം ഇത് നമുക്ക് ചെറുതീയിലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ഒരു ചെറിയ ബീട്രൂട്ട് എടുക്കാം. ചെറിയ ബീട്രൂട്ട് എടുത്തതിന് ശേഷം ഇത് നന്നായി തോലൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ബീട്രൂട്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു നിറം കൊടുക്കാനായിട്ട് സഹായിക്കും. ഇതിന് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മുടിയുടെ അല്ലെങ്കിൽ നരയുടെ അളവിനനുസരിച്ചിട്ട് വേണം ബീട്രൂട്ടൊക്കെ എടുക്കാനായിട്ട്. ഇനി ഞാൻ എടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം ഒരു പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. മുടിയുടെ വേര് മുതൽ നമുക്ക് കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില. കറിവേപ്പില ഇട്ട് എണ്ണ കാച്ചിയൊക്കെ എടുത്ത് മുടിയിൽ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി നന്നായി കറുത്ത് വരാനായിട്ട് സഹായിക്കും. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച ആ തേയില വെള്ളം ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ തേയില വെള്ളം വറ്റിയൊന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നോക്കൂ, തേയില വെള്ളം നന്നായിട്ട് തിളച്ച് ചെറിയ തീയിലിരുന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്ക് കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹെന്ന ഉപയോഗിക്കാത്തവർക്കാണ് ഇതുപോലെ തേയില വെള്ളം നല്ല കടുപ്പത്തിലെടുത്തതിന് ശേഷം ഉപയോഗിക്കേണ്ടത്. തേയില 2 ടേബിൾ സ്പൂണിന് പകരം 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഉപയോഗിക്കാം. ഇനി ചൂടാറിയതിന് ശേഷം ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ഈ തേയിലയുടെ ഈ ചണ്ടി ഉണ്ടല്ലോ, ഈ ബാലൻസ് ഉള്ളത് ഇത് കളയണ്ട കേട്ടോ. ഈ വെള്ളം തികയാതെ വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതിയാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തേയില വെള്ളം ഉപയോഗിച്ച് സ്ഥിരമായിട്ട് മുടിയിൽ സ്പ്രേ ചെയ്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുന്നതും വളരെ ഗുണകരമായിട്ടുള്ളതാണ്. ചൂടോടുകൂടി ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ബീട്രൂട്ടും കറിവേപ്പിലയും എടുത്തു വെച്ചതിലേക്ക് ഈ തേയില വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ബീട്രൂട്ടിന് ഗ്രേയിങ്ങിനെ റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ ന്യൂട്രീഷൻ്റെ കുറവുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിൽ ധാരാളം പൊട്ടാസ്യവും അയണും ഇലക്ട്രോലൈറ്റ്സും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടിയുടെ ബ്രേക്കേജ് ഒക്കെ തടയാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിലുള്ള പോർസ്, ആ ഒരു ഹോൾസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട്. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയും ബീട്രൂട്ടും നമ്മൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കേണ്ടത്. ഇനി നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ നമ്മുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇരുമ്പിൻ്റെ ഏതൊരു പാത്രവും നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. കാരണം കൂടുതൽ നമ്മുടെ ഇരുമ്പിൻ്റെ ആ ഒരു ഗുണം നമ്മൾ തയ്യാറാക്കുന്ന ഹെയർ ഡൈയിലേക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ മുടിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയുടെ വേരുകളിലേക്ക് ഈ ഒരു ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ അയണിൻ്റെ അംശമൊക്കെ മുടിയിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ തന്നെ ഹെയർ ഡൈ എപ്പോഴും മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ച കറിവേപ്പില ബീട്രൂട്ട് മിക്സ് ഒരു അരിപ്പയിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. നിങ്ങളൊരു തുണിയിലേക്കിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതിയാവും. അരിപ്പയിലേക്കൊക്കെ ഇട്ടിങ്ങനെ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് കുറേ അധികം സമയം നമുക്ക് ചിലവാകും. അതുകൊണ്ട് ഒരു തുണിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്താൽ മതി. മുടിക്ക് കളർ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക്, ഒരു ബർഗൻഡി കളറൊക്കെ കൊടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ബീട്രൂട്ട് തയ്യാറാക്കുന്ന ഈ ഒരു പേസ്റ്റിലേക്ക്
അല്ലെങ്കിൽ ഈ ഒരു വെള്ളം കിട്ടുന്നുണ്ടല്ലോ, ഇതിലേക്ക് ഹെന്ന പൗഡർ, നല്ല രാജസ്ഥാനി ഹെന്ന പൗഡർ കിട്ടും. അത് നന്നായി മിക്സ് ചെയ്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. കൂടത്തിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് മുടിയിലേക്ക് തേക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ബർഗൻഡി കളർ കിട്ടും. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഭൃംഗരാജിൻ്റെ പൊടിയാണ്. ഭൃംഗരാജ് എന്ന് പറഞ്ഞാൽ കയ്യോന്നിയാണ്. നാട്ടിൻപുറങ്ങളിലൊക്കെ ഇതിൻ്റെ ചെടി ധാരാളമായിട്ട് കാണാറുണ്ട്. ഭൃംഗരാജിൻ്റെ ചെടി ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ കുറച്ചധികം പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേരോടുകൂടി അരച്ച് അതിൻ്റെ നീരെടുത്ത് ബീറ്റ്റൂട്ടിൻ്റെ നീരിലേക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം ഭൃംഗരാജിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നരച്ച മുടി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് വേണം ഈ പൗഡർ എടുക്കാനായിട്ട്. ഭൃംഗരാജ് മുടി കറുക്കാൻ മാത്രമല്ല കേട്ടോ, മുടി നന്നായി വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമ്മളിത് ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് എല്ലാ സ്ഥലത്തും ആകുന്നത് പോലെ സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മളിതൊരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് വെച്ചിട്ട് രാവിലെയാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അത് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഞാനിപ്പോൾ ഏതൊരു ഹെയർ ഡേയും തയ്യാറാക്കുന്ന സമയത്ത് രാത്രിയിൽ തയ്യാറാക്കിയിട്ട് രാവിലെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് കുളിക്കുക. അപ്പോൾ നമുക്ക് ഇത് രാത്രിയിൽ തയ്യാറാക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മിക്സ് ഫുള്ളായിട്ട് അതിൻ്റെ കളറൊക്കെ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെയിൻ റിലീസ് ചെയ്യും. പ്രത്യേകിച്ച് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റെയിനൊക്കെ ഫുള്ളായിട്ട് റിലീസ് ചെയ്തിട്ട് നമ്മുടെ മുടിയിലേക്ക് പിടിക്കാനായിട്ട് കറക്റ്റായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. ഇനി ഞാനിതൊരു ഓവർനൈറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചില ഭാഗങ്ങളിലൊക്കെ നല്ല കറുപ്പ് കളറോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെച്ചതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഭൃംഗരാജിൻ്റെ ഒരു കറുപ്പ് കളറും നമ്മുടെ ഈ ഒരു ഡൈയിലേക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഇൻഡിഗോ പൗഡറാണ്. അത് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഹെന്ന ഉപയോഗിച്ചതിന് ശേഷമാണ് ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഹെന്ന അലർജി ഉള്ളവർക്കൊക്കെ ഈ ഒരു ഡൈ തയ്യാറാക്കിയതിന് ശേഷം അതിലേക്ക് ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ തലേദിവസത്തെ വെള്ളം ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഇൻഡിഗോ പൗഡറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇൻഡിഗോ ആക്ടിവേറ്റ് ആകുന്നത് ചൂടുവെള്ളത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ചെറു ചൂടുവെള്ളം മതി, ഒരുപാട് ചൂടൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്തെടുക്കുക. നീലമരിയുടെ പൊടിയും ഭൃംഗരാജിൻ്റെ പൊടിയും കൂടെ ചേരുമ്പോൾ നമ്മുടെ മുടിക്ക് ഇരട്ടി ഗുണമാണ് കിട്ടുന്നത്. മുടി നന്നായി വളരാനും നല്ല കറുപ്പോടുകൂടി വളരാനുമായിട്ട് സഹായിക്കുന്ന 2 കാര്യങ്ങളാണിത്. മിക്സ് ചെയ്തപ്പോൾ കുറച്ചുകൂടി വെള്ളം ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തലേദിവസം തയ്യാറാക്കിയ ആ വെള്ളം ഇല്ലെങ്കിൽ സാധാരണ വെള്ളം ചെറു ചൂടോടുകൂടി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരിക്കലും തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. തണുത്ത വെള്ളത്തിൽ ഇൻഡിഗോ ആക്ടിവേറ്റ് ആവില്ല. പിന്നെ നമ്മുടെ മുടിയിലിത് തേച്ചാലും കളറൊന്നും പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കൂ. ഇതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡേ ആണതും. സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. 1-2 കാര്യങ്ങളൊന്നും മാത്രം മാറ്റം വരുത്തുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം തയ്യാറാക്കിയ തേയില വെള്ളമില്ലേ, അത് നമ്മൾ സാധാരണ തേയില ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് ടീയുടെ പൗഡറോ അല്ലെങ്കിൽ ബ്ലാക്ക് ടീയുടെ ലീവ്സോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിലും കുറച്ചുകൂടി ഗുണമായിരിക്കും, കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള ഡൈ ആയിരിക്കും. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേനെ ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. അതിന് ശേഷമാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേനെ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. എങ്കിലും നമ്മുടെ ഈ ഒരു ഇൻഡിഗോ ആക്ടിവേറ്റ് ആകാനുള്ള ആ ഒരു ടൈമാണ് ഈ ഒരു 10 മിനിറ്റ്. ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. ആ ഒരു 10 മിനിറ്റിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളത്തിന് ചൂടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ചൂടില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇത് ഗുണമില്ല അല്ലെങ്കിൽ ഇതെനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മുടിയിൽ ഒട്ടും തന്നെ എണ്ണ ഉണ്ടാവാൻ പാടില്ല. എണ്ണയുള്ള സമയത്ത് നമുക്ക് മുടിയിൽ ഒരു ഹെയർ ഡൈയും പിടിക്കില്ല. അതിൻ്റെ കളറ് ഒട്ടും പിടിക്കില്ല. ഹെയർ ഡൈ പിടിക്കും, പക്ഷേ അതിൻ്റെ കളറ് പിടിക്കില്ല. കുറച്ചധികം നാൾ നിറം നിലനിർത്തുന്ന ഒരു ഹെയർ ഡൈ ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിറം പോവുകയും അല്ലെങ്കിൽ നിറം പിടിക്കാതിരിക്കുകയൊക്കെ ചെയ്യും. ഇനി ഈ ഹെയർ ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചൊന്ന് കവർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഒരുപാട് പെട്ടെന്ന് മുടി ഡ്രൈ ആവാനും മുടി നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്.
ഞാനൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഞാൻ എൻ്റെ മുടിയിൽ ഇതുപോലെ ഹെയർ ഡൈസ് അപ്ലൈ ചെയ്ത് വെക്കാറുണ്ട്. അതിന് ശേഷമാണ് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ജലദോഷമോ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ വെക്കുക. അല്ലെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഡൈ അല്ലെങ്കിൽ ഇൻഡിഗോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തലവേദന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇഞ്ചിയിട്ട ചായ കുടിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ നരയുള്ള ഭാഗത്തൊക്കെ എനിക്ക് കാണാവുന്ന ഭാഗത്തൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളെ റിസൾട്ട് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. നല്ല രീതിയിൽ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് കാണുന്ന ഭാഗത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാണാത്തവിടെയൊക്കെ വെള്ളമുടി കാണുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല രീതിയിൽ എനിക്ക് കറുപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹെന്ന ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണ്, ഹെന്ന അലർജി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യുക. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇതിപ്പം ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിലുള്ള റിസൾട്ടാണ്. അത് നല്ല റിസൾട്ടായിരുന്നു. കാണാത്തവർ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.